السلام عليكم ورحمة الله تعالى وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൈബിൾ ദൈവികതയെ പറ്റിയാണ്. അനുബായി നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആനിലെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയുണ്ടായി. ഈ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇതിനുള്ള തെളിവ് പരിശുദ്ധമായ ഖുർആനിൽ തന്നെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തെ ഇറക്കിയത്, നാം തന്നെയാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ ഈ ഖുർആനുമായി ബൈബിൾ പുതിയ നിയമത്തെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇതിൻ്റെ ദൈവികതയിലുപരി അതിൻ്റെ ആധികാരികതയുടെ വിഷയത്തിലും അതിൻ്റെ ക്രോഡീകരണത്തിൻ്റെ വിഷയത്തിലും തർക്കങ്ങൾ സഭകൾക്കിടയിൽ തന്നെ നിലനിൽപ്പുണ്ട്. അൻസൽ സാഹിബിനെ ഇതിനെ പറ്റി എന്താ പറയുള്ളത്? ബൈബിൾ പുതിയ നിയമത്തിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് സഭകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലും ഉണ്ട്. പക്ഷേ ബൈബിൾ പുതിയ നിയമത്തിന്റെ ക്രോഡീകരണത്തിന്റെ വിഷയം, അതുപോലെ അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ബൈബിൾ എന്ന ഗ്രന്ഥം അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ പ്രധാനമായും ചരിത്രങ്ങൾ പരതുമ്പോൾ നമുക്ക് രണ്ട് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ക്രിസ്തു യേശുവിൻ്റെ, അതായത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ആകാശാരോഹണം നടത്തിയതിന് ശേഷം, ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ കുരിശുമരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ മറ്റും എഴുതിയ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ലേഖനങ്ങളോ അല്ലെങ്കിൽ അവർ പ്രസംഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അതിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് ബൈബിളിനെ കാണുന്നത്. മറ്റൊരഭിപ്രായം, മാർസിയോൺ എന്ന വ്യക്തി ശേഖരണം നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹം ശേഖരിച്ച ഒരു പുസ്തകത്തിൻ്റെ കൂട്ടായ്മയാണ് ബൈബിൾ എന്നാണ്. മാത്രമല്ല യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഏകദേശം AD 70 മരണപ്പെടുന്നുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ AD 100 എന്നും അഭിപ്രായമുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ ഒരു ലക്ഷ്യപൂർത്തീകരണമായി അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിൻ്റെ പേരിൽ ആദ്യമേ മുന്നോട്ട് കടന്നു വരുന്നത് മാർസിയോൺ എന്ന വ്യക്തിയാണ്. ഈ മാർസിയോനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 2ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു കാനോൻ രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ കാനോൻ അറിയപ്പെടുന്നത്, മാർസിയോ കാനോൻ. അപ്പോൾ ഈ കാനോനിൽ അദ്ദേഹം പുതിയ നിയമത്തിൽ നിന്നും ആകെ അദ്ദേഹം സ്വീകരിച്ചത് പൗലോസിൻ്റെ 10 ലേഖനങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളും മാത്രമാണ്. പഴയ നിയമത്തെ അദ്ദേഹം പൂർണ്ണമായി വെടിഞ്ഞു, അത് അദ്ദേഹം തള്ളി മാറ്റി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കാനോൻ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് സഭാ പണ്ഡിതന്മാരും അവരെല്ലാം ഒരുമിച്ച് കൂടി ഇത്രയും ഗ്രന്ഥങ്ങൾ തള്ളപ്പെട്ടുവല്ലോ, അപ്പോൾ സാധാരണക്കാർക്ക് ക്രൈസ്തവ വിശ്വാസികളായ സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി രണ്ടാമത്. അതായത് ഇപ്പം അങ്ങനെ ഒരു പുസ്തകത്തെ അവർ സഭകൾക്കിടയിൽ തന്നെ അവർ പുതുതായി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് മാർസിയോൺ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ നിലയിലുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുകയും ബൈബിൾ പഴയ നിയമത്തിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും പുതിയ നിയമത്തിലെ വളരെ വളരെ ചുരുക്കം ചില പുസ്തകങ്ങൾ അല്ലെ രൂപപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ സഭകൾ പിന്നീട് ഒരു പുസ്തകമാക്കി രൂപീകരിക്കാൻ ആവശ്യം വന്നു. അപ്പോ ഈ വിഷയങ്ങളൊക്കെ തന്നെ പറയുന്നതും ഈ കത്തോലിക്ക സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായ ദ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്. ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി എന്ന് പറയുന്ന ഗ്രന്ഥം ശരിക്കും അതിനെപ്പറ്റി അതിനെ ഒരു പഠന വിധേയമാക്കുമ്പോൾ സാധാരണ പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു കോട്ടിങ് നമ്മൾ എടുത്തുദ്ധരിക്കുന്നത് പോലെയല്ല ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി എന്ന പുസ്തകത്തിൽ ഒരു കോട്ടിങ്. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ തന്നെ എന്നല്ല, കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ആധികാരികതയുള്ള ഒരു ഗ്രന്ഥമാണ് ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി എന്ന ഗ്രന്ഥം. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരു രചയിതാവ്, ഒരു ഓതർ ഒരു പുസ്തകം രചിച്ചു കഴിഞ്ഞാൽ, അതായത് ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സിസ്റ്റമാറ്റിക് തിയോളജിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പുസ്തകം അദ്ദേഹം ഒരു ഓതർ രചിച്ചു കഴിഞ്ഞാൽ അതിനെ പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദമില്ല. അതിനെ
ചെക്ക് ചെയ്യാൻ, അതിനെ നിരൂപണ വിധേയമാക്കാൻ, അതിനെ ചെക്ക് ചെയ്ത് അതിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണോ എഴുതുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന നിലയിൽ പര്യാപ്തമാണോ എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ചെക്ക് ചെയ്യുന്നൊരു കൗൺസിലുണ്ട്. ഇപ്പോൾ ആ കൗൺസിൽ അവരിൽ കുറച്ച് ആളുകൾ വന്ന് ഇതിനെ ചെക്ക് ചെയ്തിട്ട് ഇത് മേൽപ്പറയും വിധം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയ ആ ഗ്രന്ഥത്തിനെ പിന്നെയും പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദമില്ല. മറിച്ച് ഇതിനെ ബിഷപ്പിൻ്റെ അടുക്കലേക്ക് അയക്കാനുള്ള ഒരു അനുവാദം കിട്ടലാണ് ഈ നിഹിൽ ഒബ്സ്റ്റാറ്റിലൂടെ. അങ്ങനെ നിഹിൽ ഒബ്സ്റ്റാറ്റ് കിട്ടുന്ന ആ ഒരു പുസ്തകം അത് ബിഷപ്പിൻ്റെ അടുക്കൽ എത്തുകയും മേൽ പറയപ്പെട്ടതുപോലെ ബിഷപ്പ് പിന്നെ അതിനെ ഒന്നും കൂടെ നിരൂപണ വിധേയമാക്കുകയും ചെക്ക് ചെയ്യുകയും ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം വല്ലതും എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ അതിനെ ചെക്ക് ചെയ്ത് പൂർണ്ണമായും അതിനെ നിരൂപണ വിധേയമാക്കുകയും അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിൻ്റെ പേര് ഇംപ്രമേച്ചർ എന്ന്. അപ്പം അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ, അങ്ങനെ ഒരു ആധികാരികത, സ്വീകാര്യത അതിന് കൊടുക്കും. അങ്ങനെ ഒരു ഗ്രന്ഥമാണ് ഈ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി എന്നുള്ള ഗ്രന്ഥം. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ നിന്നൊരു കോട്ടിങ് നമ്മളെടുത്ത് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ തന്നെ ഒട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞുവല്ലോ, ഈ ഗ്രന്ഥം അഥവാ നിഹിൽ ഒബ്സ്റ്റാറ്റും ഇംപ്രിമേച്ചറും ഒക്കെ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി. ഈ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി തന്നെ പറയുന്ന മറ്റൊരു വിഷയമാണ് മൊറട്ടോറിയം ഫ്രാഗ്മെന്റിനെ പറ്റി. ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു ഫ്രാഗ്മെന്റ് ആണ് മൊറട്ടോറിയം ഫ്രാഗ്മെന്റ്. ഈ ഫ്രാഗ്മെന്റ് കണ്ടെടുത്തത് 1740 ലുഡോവിക്കോ അണ്ടോറിയ മൊറട്ടോറിയ എന്ന വ്യക്തിയാണ് കണ്ടെടുത്തത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഫ്രാഗ്മെന്റ് അറിയപ്പെടുന്നത്, മൊറട്ടോറിയം ഫ്രാഗ്മെന്റ്. ഈ ഫ്രാഗ്മെന്റിൽ ഇന്ന് ബൈബിൾ ദൈവിക പുസ്തകത്തിൽ 27 പുസ്തകമാണുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഫ്രാഗ്മെന്റിൽ 22 പുസ്തകങ്ങളെ പറയുന്നുണ്ട്. ഈ മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റിൽ 22 പുസ്തകങ്ങളാണുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, 20 പ്രധാനപ്പെട്ട 1 പത്രോസ് പോലെയുള്ള പുസ്തകങ്ങൾ ഈ മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റിൽ ഇല്ല. മനസ്സിലാക്കണം. അപ്പൊ അതിന് ഈ മൊറട്ടോറിയം ഫ്രാഗ്മെന്റിൽ നമ്മൾ ഇന്ന് കാണുന്ന 27 പുതിയ നിയമത്തിലുള്ള 27 പുസ്തകങ്ങളിൽ 22 പുസ്തകങ്ങളെ ഉള്ളൂ. മാത്രമല്ല ഇത് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. 1 പത്രോസ് പോലെയുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളുമില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു യുസേബിയസിന്റെ കടന്നുവരവാണ്. 4-ാം നൂറ്റാണ്ടിൽ കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വന്ന് ഇന്ന് കാണുന്ന പോലെ 27 പുസ്തകങ്ങളാക്കുകയും ഈ പുസ്തകങ്ങളെ 3 കാറ്റഗറിയിലാക്കുന്നുണ്ട്. ആദ്യം അംഗീകൃത പുസ്തകങ്ങളാക്കി, അതുപോലെ തന്നെ രണ്ടാമത് തള്ളപ്പെട്ട പുസ്തകം, മൂന്നാമത് സംശയാസ്പദം, ഇങ്ങനെ 3 പുസ്തകങ്ങളാക്കുന്നുണ്ട്. ഈ അംഗീകൃത പുസ്തകത്തിൽ തന്നെ അദ്ദേഹം 4 സുവിശേഷങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളും മാത്രമാണ് സ്വീകരിച്ചത്. ബാക്കിയെല്ലാം തള്ളപ്പെട്ട പുസ്തകത്തിലും നിരസിച്ച സംശയാസ്പദമായ പുസ്തകത്തിലാണ് അദ്ദേഹം ചേർക്കപ്പെട്ടത്. ഈ യുസേബിയസ് എന്ന് പറയുന്ന വ്യക്തി ഫാദർ ഓഫ് ചർച്ച് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന, അവർക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. അതായത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ, അത്ര അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് ഇല്ല എന്ന നിലയിൽ സ്ഥാനത്തിന് അർഹനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് യുസേബിയസ്. അപ്പൊ യുസേബിയസ് നമ്മൾ കാണുന്ന പോലെ ഇന്നത്തെ 27 പുസ്തകങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണ ശേഖരം കൊണ്ടുവരികയും അതിൽ 3ആയി അദ്ദേഹം തരംതിരിക്കുകയും ചെയ്തു. ഒന്ന് അംഗീകൃത പുസ്തകം, തള്ളപ്പെട്ട പുസ്തകം, സംശയാസ്പദമായ പുസ്തകം. അപ്പം അഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷങ്ങളും പൗലോസിന്റെ 10 ലേഖനങ്ങളും മാത്രമാണ് അദ്ദേഹം അംഗീകരിച്ച പുസ്തകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുന്ന് മനസ്സിലാകുന്നത് മറ്റ് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ അംഗീകാര യോഗ്യമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ഇത്ര രീതിയിൽ തിരഞ്ഞെടുത്ത് തരംതിരിച്ചു കൊണ്ടുവന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വെളിപാട് പുസ്തകത്തിനെ അംഗീകൃത പുസ്തകങ്ങളുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി, അതുപോലെ തള്ളപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിലും അദ്ദേഹം യുസേബിയസ് അതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ നേതാവായ എം വി ചാക്കോ സാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സിസ്റ്റമാറ്റിക് തിയോളജി. ആ സിസ്റ്റമാറ്റിക് തിയോളജി അദ്ദേഹം പറയുന്നുണ്ട്, യുസേബിയസ് ഈ വെളിപാട് പുസ്തകത്തെ അംഗീകരിച്ചതിന്റെ കൂട്ടത്തിലും തള്ളിയതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ കാരണം അതിലൊന്നെങ്കിൽ മനസ്സോടെ ആയിരിക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുസേബിയസ് എന്നുള്ളൊരു വ്യക്തി ഈ അംഗീകൃത പുസ്തകത്തിന്റെ കൂടെയും അതുപോലെ വെളിപാട് പുസ്തകത്തിന്റെ കൂടെയും തള്ളപ്പെട്ട പുസ്തകത്തിന്റെ കൂടെയും വെളിപാട് പുസ്തകത്തിനെ ഉൾപ്പെടുത്തിയത് മനസ്സോടെയാണെന്ന് പറയുന്നതും നമുക്കറിയാം. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ കേരളത്തിൽ അംഗീകരിക്കുന്ന ഏറ്റവും
അംഗീകാര യോഗ്യമുള്ള ഒരാളാണ് എം.പി. ചാക്കോ സാർ. അദ്ദേഹത്തിന്റെ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന പുസ്തകത്തിൽ മനസ്സില്ലാ മനസ്സോടെയാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ഈ ഒരു ബൈബിൾ പുതിയ നിയമത്തിനെ 27 പുസ്തകങ്ങളുടെ പൂർണ്ണ ക്രോഡീകരണമായി കൊണ്ടുവരുന്നത് അതിനുശേഷം അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ അത്തനാസ്യൂസ് ആണ്. അത്തനാസ്യൂസ് അങ്ങനെ ഒരു 27 പുസ്തകങ്ങൾ ചേരുന്ന അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ഒരു പുസ്തക ശേഖരണത്തിനാണ് ബൈബിൾ പുതിയ നിയമം എന്ന് നമ്മൾ പറയുന്ന ഇപ്പോൾ നമ്മുടെ നിലവിൽ ഉള്ള ആ പുസ്തകം. അപ്പൊ അതിനെയാണ് പിന്നീട് ഹിപ്പോ കൗൺസിലും കാത്തേജ് കൗൺസിലും അംഗീകരിച്ചത്. നമുക്കറിയാം ക്യാനോണുമായി ബന്ധപ്പെട്ട് ക്യാനോണിൽ എന്തൊക്കെ ചേർക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന കൗൺസിൽ. അതായത് മുമ്പ് പറഞ്ഞല്ലോ, ചില സഭകൾ അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഏതിനെയാണ് ബൈബിളിൽ ചേർക്കേണ്ടത്, ഏതാണ് ബൈബിളിൽ നിന്നും ഒഴിവാക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ നിലയിലുള്ള ഒരു കൗൺസിലാണ് ഹിപ്പോ കൗൺസിൽ. അപ്പൊ ഹിപ്പോ കൗൺസിലാണ് ഇതിനെ അംഗീകരിക്കുന്നതും മറ്റും. അതിനുശേഷം കടന്നു വരുന്ന ജോൺ കാൽവിൻ, എറാസ്മസ്, അതുപോലെ തന്നെ മറ്റൊരു വിപ്ലവമായി കടന്നു വരുന്ന ആളാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരനായ അതിന്റെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ തലപ്പാവ് എന്നറിയപ്പെടുന്ന ആളാണ് മാർട്ടിൻ ലൂതർ. അദ്ദേഹം യൂദ, എബ്രായർ, വെളിപ്പാട് എന്നീ പുസ്തകങ്ങളെ സംശയാസ്പദമായ പുസ്തകങ്ങളിലാണ് ചേർക്കപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ഒരു വാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശുവിനെ പറ്റി വേണ്ട നിലയിൽ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മള് അത് മാത്രമല്ല, എറാസ്മസ് എന്ന് പറയുന്ന വ്യക്തിയും AD 1400-500-കളിൽ വരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹവും ഇതേപോലെ 2 പത്രോസ്, അതുപോലെ യോഹന്നാൻ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹവും തള്ളുകയാണ് ഉണ്ടായത്. അതായത് ഇതിൽ വേണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിന്റെ നിഴലിൽ നോക്കിക്കണ്ട ആളാണ്. ജോൺ കാൽവിന് മേൽ പറഞ്ഞതുപോലെ 1400-500-കളിൽ വന്ന ആളാണ്. അപ്പൊ ഇവരൊക്കെ സംശയാസ്പദമായിട്ടാണ് ഇതിനെ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വെളിപ്പാട് പുസ്തകത്തിനെ പലരും തള്ളുകയും കൊള്ളുകയും ചെയ്തല്ലോ. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും ബൃഹത്തായ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു തിരിച്ചടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു നിലയിൽ ഉള്ളൊരു കോട്ടിംഗ് ആണ് ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടുകയാൽ. അതായത് ഈ ദൈവപുസ്തകമായ ബൈബിളിലേക്ക് എന്തെങ്കിലും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അവര് ദൈവം ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാധകളെ വരുത്തും. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ വിശുദ്ധ നഗരത്തിലും ജീവവൃക്ഷത്തിലുമുള്ള അവന്റെ അംശം ദൈവം നീക്കിക്കളയും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ എറാസ്മസ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മാനവികതയുടെ മുടിചൂടാ മന്നനെന്നും മഹത് കിരീടം എന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. യൂസേബീസിനെ നമുക്കറിയാം, ഫാദർ ഓഫ് ചർച്ച് ഹിസ്റ്ററി. പിന്നെ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം മുന്നിലേക്ക് വരാൻ കാരണക്കാരനായ ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ബാധ ബാധിച്ചോ, അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തിലും ജീവവൃക്ഷത്തിലുമുള്ള അവരുടെ അംശം നീക്കിക്കളഞ്ഞോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് 2 തിമോത്തി 3:14 പറയുന്നത് കാണാം, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. അഥവാ ദൈവികത പോട്ടെ, ആരെങ്കിലും യേശുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ആരെങ്കിലും എഴുതിയതാണെങ്കിൽ തന്നെ വെറുതെ എഴുതുന്നല്ല, മറിച്ച് ദൈവശാസ്ത്രമായി കൊണ്ടാണ് എഴുതുന്നത്. അഥവാ ആരെങ്കിലും ഒരാൾ എഴുതുകയാണെങ്കിൽ തന്നെ നമ്മളൊന്ന് മലക്കൾ പറയുന്ന പോലെ അവർ പറയുന്ന ക്രിസ്ത്യാനികൾ അതിനെപ്പറ്റി പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ അവരിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞായിരിക്കും എഴുതുന്നത്. അപ്പം ബൈബിളാണെന്ന് പറഞ്ഞ് നിലവിൽ കണ്ടെടുത്ത പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ, അതായത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിച്ച് അത് നിറഞ്ഞാണ് എഴുതുന്നത്. അപ്പം നമുക്ക് നാളെ ഒരു പുസ്തകം ഇതേപോലെ വാദം ഉന്നയിക്കുകയാണ്, നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് ഒരു പുസ്തകം എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഏത് നിലയിൽ മനസ്സിലാക്കണം? കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെഴുതുമെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി വേണമല്ലോ. ക്രൈസ്തവ സഹോദരങ്ങൾ അതിനെന്താണ് മറുപടി കൊടുക്കുന്നത്? അതിന് അവർ തന്നെ മറുപടി നൽകുന്നുണ്ട്. പലരും പല വാദങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വാദങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ നോക്കിയതിന് ശേഷമേ അതിനെ സ്വീകരിക്കാവൂ. അവർ തന്നെ പറയുന്നു പരിശുദ്ധാത്മാവിനെ തന്നെ ചെക്ക് ചെയ്യണം. അതായത് കള്ളപ്രവാചകന്മാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ആരെങ്കിലും പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ പരിപൂർണമായ നിരീക്ഷണത്തിന് ശേഷമേ അതിനെ സ്വീകരിക്കാവൂ. അപ്പം നമുക്ക് പിന്നെ ഒരു ചോദ്യം ഉണ്ട് അവിടെ. കാരണം ക്രിസ്തുയേശുവിന്റെ കാലശേഷം, അതായത് നമ്മൾ പറയുന്നത് പോലെ മുമ്പ് പറഞ്ഞതുപോലെ ആകാശാരോഹണത്തിന് ശേഷം, അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത് പോലെ കുരിശു മരണത്തിന് ശേഷം ഏകദേശം 6 കൊല്ലത്തിന് ശേഷമാണ് പൗലോസ്, അതായത് ജൂതനായ ശൗൽ എന്ന പൗലോസ് വെളിപ്പാട് കിട്ടി എന്ന് പറഞ്ഞ് കടന്നു വരുന്നതും ആദ്യമേ അറേബ്യയിലേക്കും പിന്നെ അന്തോക്യയിലേക്കും പിന്നീട് യെരുശലേമിലേക്ക് വരുന്നതും മറ്റും. യെരുശലേമിലേക്ക് വരുന്ന
പൗലോസിനെ ക്രിസ്തുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ അംഗീകരിക്കുന്നില്ല. അവർ പൂർണ്ണമായ വിയോജിപ്പാണ് അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, നീ നിയമപുസ്തകം അനുസരിച്ച് ജീവിക്കണം, തോറ അനുസരിച്ച് ജീവിക്കണം, അങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അവരുടെ കർമ്മങ്ങളിൽപ്പെട്ട നാസർവ്രതം ചെയ്യണം, അത് നീ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ മുടക്കി അതിനുള്ള ചെലവുകൾ വഹിക്കണം എന്നൊക്കെയാണ് അപ്പോസ്തലന്മാർ അദ്ദേഹത്തിനോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ പോലും അംഗീകരിക്കാത്ത, പെട്ടെന്ന് വെളിപാട് കിട്ടി എന്ന് പറഞ്ഞ് വരികയും വിജാതികർക്കിടയിൽ, അതായത് യഹൂദരല്ലാത്ത ആളുകൾക്കിടയിൽ പോയി ചർച്ച ചെയ്യുകയും അവരുടെയിലേക്ക് ഇങ്ങനെ സുവിശേഷങ്ങൾ അറിയിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഏത് നിലയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് പറയുന്നത്, അത് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ക്രൈസ്തവ സഹോദരങ്ങൾ അതൊന്ന് ചിന്തിക്കണം. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എഴുതി എന്ന് പറയുമ്പോൾ, നമ്മൾ എഴുതിയാൽ പ്രശ്നം, അവരെഴുതിയാൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഏത് നിലയിലാണ് അതിനൊരു അളവ് പോലും വേണമല്ലോ. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചർച്ചകളൊന്നും ഇല്ല. മാത്രമല്ല, ഈ പുസ്തകങ്ങൾ തന്നെ അപ്പോസ്തലന്മാരാണ് എഴുതിയത് എന്ന് പറയുന്നതിലും ഒരു ന്യായമുണ്ട്. പക്ഷേ ഇവരുടെ ചരിത്ര പുസ്തകങ്ങളിൽ തന്നെ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററിയുടെ ഒരു സെക്ഷൻ പറയുന്നത് ഈ പുസ്തകങ്ങൾ എഴുതിയത് യഥാർത്ഥ അപ്പോസ്തലന്മാരല്ല എന്നാണ്. അതിൽ തന്നെ ചർച്ചയുണ്ട്. ഉദാഹരണത്തിന് മത്തായിയാണ് എഴുതിയതിനുള്ള യാതൊരു തെളിവും ഇല്ല. അതായത് ദൃക്സാക്ഷിയായിരുന്ന മത്തായി ആണ് എഴുതിയെന്ന് യാതൊരു തെളിവും ഇല്ല. അത് അൺനോൺ പേഴ്സൺ എന്നാണ് ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററിയിൽ കാണാൻ സാധിക്കുന്നത്. ആരോ എഴുതിയതാണ്. മറ്റൊരിടത്ത് കാണാം, ചില ആളുകൾ കൂടി ചേർന്ന് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മത്തായി എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു പ്രശ്നമാണ് മാർക്കോസ് സുവിശേഷം. നമുക്കറിയാം, സുവിശേഷങ്ങൾ എല്ലാവർക്കും പ്രസിദ്ധമാണ്. 4 സുവിശേഷങ്ങളാണ് പ്രധാനമായി ഉള്ളത്: മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് പ്രധാനപ്പെട്ട സുവിശേഷങ്ങളാണ്. ഈ സുവിശേഷത്തിന്റെ വിഷയത്തിൽ പോലും വളരെയധികം ഭിന്നതകൾ അവരെ തന്നെ നിലനിൽക്കുകയാണ്. അതായത് മാർക്കോസ്, ആ സുവിശേഷം എന്ന പേര് തന്നെ അറിയപ്പെടുന്നത് 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതായത് ക്രിസ്തു യേശുവിന്റെ കാലശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ വിചിത്രമാണ് 1 പത്രോസിനെ എഴുതപ്പെടുന്നത് AD 80കളിലാണ്. എന്നാൽ യേശുവിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനായ അപ്പോസ്തലനായ പത്രോസ് AD 64 മരണപ്പെട്ടു. പിന്നെ ആരാണ് എഴുതിയത്? അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം, 2 പത്രോസ് എഴുതപ്പെടുന്നത് AD 100-150 ഇടയ്ക്കാണ്. പത്രോസ് മരിക്കുന്നത് AD 64-ലാണ്. അപ്പൊ ഇത് ആര് എഴുതിയത്? പത്രോസ് മരിച്ച് AD 100-100 വന്ന് എഴുതിയോ? മരിച്ച ആള് വന്ന് എഴുതിയോ എന്നൊരു അതവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു ചോദ്യം. അത് മാത്രമല്ല, മറ്റൊരു സുവിശേഷം, നമുക്ക് മറ്റൊരു പുസ്തകമാണ് യാക്കോബിന്റെ പുസ്തകം. യാക്കോബിന്റെ പുസ്തകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് മരണപ്പെടുന്നത് AD 62-ലാണ്. 3-ാം നൂറ്റാണ്ട്, അതായത് 3, 4, 5 നൂറ്റാണ്ടുകൾ വരെ ഇതിനെ ഒരു പുസ്തകമായി പോലും ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ സുവിശേഷങ്ങൾ പഠിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയാണ്, ഒരു ടീച്ചറാണ്, ഒരു അധ്യാപകനാണ് ഈ യാക്കോബിന്റെ പുസ്തകം എഴുതിയത് എന്നും ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക് തിയോളജി, MB ചാക്കോ സാറിന്റെ കാര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന പുസ്തകത്തിൽ പറയുന്നത് 2-3 യോഹന്നാൻ, അതുപോലെ എബ്രായർ ലേഖനം തുടങ്ങി 7ഓളം ലേഖനങ്ങൾ 5-ാം നൂറ്റാണ്ട് വരെ അവർക്കിടയിൽ അംഗീകാര യോഗ്യമായിരുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഖുർആനുമായി യാതൊരു നിലയ്ക്കും ഇതിനെ താരതമ്യം ചെയ്യാൻ അർഹിക്കുന്നില്ല. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സംരക്ഷിച്ചു വരുന്ന, ഇനി ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആ ഗ്രന്ഥത്തിന്റെ, പരിശുദ്ധ ഖുർആന്റെ ഗ്രന്ഥത്തിനോട് ദൈവീകതയിലുപരി അതിന്റെ ക്രോഡീകരണ വിഷയത്തിലോ അല്ലെങ്കിൽ അതിന്റെ ആധികാരികതയുടെ വിഷയത്തിലോ യാതൊരു നിലയിലുള്ള പറ്റത്തില്ല. അപ്പൊ അത്രയും ബാലിശമായ വാദങ്ങളാണ് ക്രൈസ്തവ സഹോദരങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുമുണ്ട്, യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അതിന്റെ സ്ഥാനത്ത് നിന്നും അവർ നീക്കിക്കളഞ്ഞു. മാത്രമല്ല, നമ്മൾ ബൈബിളിന്റെ ചർച്ച ചെയ്യുമ്പോൾ ബൈബിളിനെ പറ്റി പഠിക്കുന്നതിലുപരി അവർക്ക് ആദ്യമേ പ്രശ്നം പറ്റിയത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തന്നെയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തന്നെ അവർക്ക് ഇഖ്തിലാഫ് ഉണ്ടായി എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനാം സാഹിബ് ആ ആയത്തൊന്ന് ഓതുന്നതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما. السلام عليكم. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.